ഹലോ, ഈസ്റ്റർ ആയിട്ട് എന്താ പരിപാടി? ഞങ്ങളൊന്ന് ഹൈലൈറ്റ് മോൾ വരെ വന്നതാണേ. 1-2 ഷോപ്പിംഗ് ഉണ്ട്. ഈ ഫ്രൈഡേ വന്നിട്ട് മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മോൾക്കും മോനും 1-2 ഡ്രസ്സ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. നമ്മൾ വണ്ടി ഇത്തവണ പുറത്താണ് പാർക്ക് ചെയ്തത്, ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന വഴിക്ക് ഞാനൊന്ന് പർപ്പിളിൽ കയറിയിട്ടുണ്ടായിരുന്നു ഒരു സൺസ്ക്രീം എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ശേഷം പോകാമെന്ന് വേണ്ടി ഞാൻ അവിടെ നിന്ന് തിരിച്ചു. അപ്പോഴതേ ഫ്രണ്ടിൽ ഹാപ്പി ഈസ്റ്റർ എന്ന് വേണ്ടതേ കണ്ടത്. അപ്പോൾ ഈ മോളിനെ കൊണ്ട് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് മാക്സിലേക്കാണ് പോകുന്നത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാക്സിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു ബസ് പോകുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതുവരെ അതിൽ കയറിയിട്ടില്ല. അങ്ങനെ നമ്മൾ മാക്സിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് വന്നിട്ട് മുകളിലാണ്. അപ്പോൾ നമ്മളിത് മുകളിൽ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പോയത് മോനുള്ള ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മോനുള്ള ഷർട്ട് അവൻ്റെ സൈസിനുള്ളത് കിട്ടിയില്ല. മോന് വന്നിട്ട് 2-3 ആ സൈസ് വേണം. പക്ഷേ കുറേ തപ്പിയിട്ടും കിട്ടിയിട്ടില്ല. ഒക്കെ വലുതാണ്. പിന്നെ ടീഷർട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ടീഷർട്ട് എടുത്ത് ഒരു പാൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ മോൾക്ക് തപ്പാൻ തുടങ്ങി. മോൾക്ക് ഇതേ കണ്ടില്ല, ഇതൊക്കെ ചെറിയ ചെറിയ കുട്ടികളുടെയാണ്. മോൾക്ക് ഫ്രോക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഇത്തിരി വലിയ സൈസാണ്. പക്ഷേ ഇതൊന്നും വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നു ഫ്രോക്കിന് വലിയ കളക്ഷൻ ഇല്ല. നമ്മൾ ട്രെൻഡ്സിലൊക്കെ പോയപ്പോൾ ഫ്രോക്കിന് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഇതിൽ വന്നിട്ട് മാക്സിൽ ഇതിപ്പോൾ മോളിലായതുകൊണ്ടാണോ എന്നറിയില്ല, ഇതിനിപ്പോൾ വലിയ കളക്ഷൻ ഇല്ല. അങ്ങനെ കുറേ നേരം തപ്പിയിട്ട് ഈ ഒരു ഫ്രോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. മോൾക്ക് ഇത് വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ പിന്നെ അങ്ങനെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടീഷർട്ടും അതുപോലെ തന്നെ ഒരു പാൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പാൻറ്റ് വന്നിട്ട് ഭയങ്കര ടൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ തന്നെ ഇത്തിരി വലിയ സൈസ് നോക്കിയപ്പോൾ ഭയങ്കര ലൂസും. പിന്നെ കുറേ നേരം തപ്പിയിട്ടാണ് ഈ ഒരു പാൻറ്റ് കിട്ടിയത്. അങ്ങനെ നമ്മളിത് അതെല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ താഴേക്ക് വന്നു. നമുക്ക് താഴെയാണ് ബില്ല് ചെയ്യണത്. അങ്ങനെ നമ്മളിത് താഴേക്ക് വന്നു. അപ്പോഴാണ് കണ്ടില്ലേ കുറേ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ബണ്ണ്, അതുപോലെ ഹെയർ ബാൻഡ്, കുറേ സാധനം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിതൊന്നും എടുത്തില്ല. കാരണം നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. സ്കൂൾ തുറക്കുമ്പോഴല്ലേ ഇതുപോലെ തലയിലേക്ക് കെട്ടിക്കൊടുക്കാൻ നല്ല രസം ഉണ്ടാവും. കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്കുള്ള ഇഷ്ടം പോലെ സോക്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. മോളിത് ഈ ഒരു ബാഗ് കണ്ടിട്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സ്കൂൾ തുറക്കുമ്പോൾ വാങ്ങിച്ചു തരാം. അപ്പോഴാകുമ്പോൾ നമുക്ക് കുട്ടികളുടെ ഇടയിൽ ഇതുപോലെ തലയിൽ കെട്ടിയിട്ട് പോകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും പറഞ്ഞപ്പോൾ മോള് വന്ന് ശരി പറഞ്ഞു. അങ്ങനെ നമ്മൾ എവിടെ വന്നാലും നമ്മൾ ഡ്രസ്സ് എടുത്താലും എടുത്തില്ലെങ്കിലും ജസ്റ്റ് നോക്കില്ല. അങ്ങനെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് 699 ആണ്. പക്ഷേ ഞാൻ എടുക്കാത്തത് കൊണ്ട് വലിയതായിട്ട് നോക്കിയില്ല. അങ്ങനെ ബില്ല് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് മോന് ഈ ബോക്സ് വേണം പറഞ്ഞ് ഒരേ വാശി. പിന്നെ നമുക്ക് അടുത്ത തവണ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് കുട്ടികൾക്ക് കുറച്ച് സ്നാക്സ് വാങ്ങാൻ വേണ്ടി വന്നതും ഒരു സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. എപ്പോൾ വന്നാലും പിന്നെ സ്ട്രോബെറി മറക്കില്ല. അങ്ങനെ അത് പൊട്ടിച്ച് വേണം പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഞാൻ 2 ലിച്ചി എടുത്ത് കൈ കൊടുത്തു. അപ്പോഴാണ് ഈ കൊട്ടയും കൊണ്ട് സ്നിക്കേഴ്സിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. സ്നിക്കേഴ്സ് വേണമെന്നുണ്ട്. ഞാൻ പിന്നെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ നേരെ ഈ ഫിഷിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. എപ്പോൾ വന്നാലും മോള് ഇവിടെ വന്ന് നിൽക്കും. പക്ഷെ നമ്മൾ വാങ്ങില്ല. നമ്മൾ ഒരു തവണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫൈറ്റർ ഒരിക്കൽ വാങ്ങിച്ചത് അവിടെ ഉണ്ട്. പിന്നെ ഫൈറ്റർ ആയതുകൊണ്ട് കൂട്ടത്തിൽ വേറെ ഒന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പാർട്ട് 2 ഉണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഒന്നാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നാളെ ഇടാമേ.